നമ്മുടെ മുതിർന്ന കർഷകനായിട്ട് മികച്ച മുതിർന്ന കർഷകൻ ശ്രീ വർഗീസ് പാലക്കാട്ടിൽ അവരുടെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും കൈകൊട്ടി വർഗീസ് ചേട്ടനെ. പത്രോസേട്ടന് 74 വയസ്സുണ്ട്. വർഗീസേട്ടന് 74 വയസ്സുണ്ട്. എല്ലാ എന്താ പറയുക, പച്ചക്കറിയും നെല്ലും എല്ലാ കൃഷിയും പത്രോസേട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൃഷിയിൽ നിന്ന് മാറാൻ ആൾക്ക് തോന്നുന്നില്ല. ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. മറ്റുകുഴി ഏരിയയിലാണ്, ക്ലസ്റ്ററിന്റെ ഭാഗമായിട്ടാണ് ചേട്ടൻ കൃഷി ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കർഷക തൊഴിലാളി ശ്രീ അയ്യപ്പൻ പരുത്തിയിൽ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അയ്യപ്പൻ ചേട്ടൻ ചെറുപ്പ കാലഘട്ടം മുതൽ ഇപ്പോൾ വരെ കാർഷിക എന്താ പറയുക തൊഴിലാളിയായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമുക്ക് കൈയടിച്ച് ചേട്ടനെ പ്രോത്സാഹിപ്പിക്കാം. അടുത്ത മികച്ച നെൽ കർഷകൻ ശ്രീ കെ എം വർഗീസ് കൂരാപ്പിള്ളി അവരുടെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വർഗീസ് ചേട്ടൻ 2 പൂവും എല്ലാ വർഷവും നല്ല രീതിയിൽ കുറേ ഏരിയയിൽ കൃഷി ചെയ്യുന്ന ആളാണ്. വർഗീസ് ചേട്ടന് വലിയൊരു കൈയടി കൊടുത്തേ. നെൽകൃഷിയാണ് നമ്മുടെ മെയിൻ. മികച്ച പച്ചക്കറി കർഷക ശ്രീമതി അന്ന ഐസക് കൈപ്പാലിൽ അന്ന ചേച്ചിനെ ഏറ്റവും സ്നേഹത്തോടെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നല്ല രീതിയിൽ, നല്ല പന്തലില്, നല്ല മികച്ച രീതിയിൽ, ഹൈടെക് രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നു. മൾച്ചിങ് ഫിലിം എല്ലാം ഇട്ടിട്ട് നല്ല വിളവ് ലഭിക്കുന്ന രീതിയിൽ സയന്റിഫിക് ആയിട്ട് ചെയ്യുന്ന കർഷകയാണ് ശ്രീമതി അന്ന ഐസക്. വനിതാ കർഷക ശ്രീമതി രമ സി കെ കൊടുന്താട്ടിലിനെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. രമ ചേച്ചി നെൽകൃഷിയിലാണെങ്കിലും പച്ചക്കറി കൃഷിയിലാണെങ്കിലും മികച്ച രീതിയിൽ സ്ഥലം പാട്ടത്തിനെടുത്തും സ്വന്തം സ്ഥലത്തും എല്ലാം നല്ല രീതിയിൽ നെൽകൃഷി ചെയ്തു വരുന്നു. അതുപോലെ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. ചേച്ചിനെ ഒരു വലിയ കൈയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത നമ്മുടെ ക്ഷീര കർഷകൻ ശ്രീ ഇ വി ഏലിയാസ് ഇച്ചിക്കണ്ടവാനത്തിന് ഏറ്റവും സ്നേഹത്തോടെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഇച്ചിക്കവണ്ടാനത്ത് ശ്രീ ഇ വി ഏലിയാസ് ഇച്ചിക്കവണ്ടാനത്ത് ക്ഷീരമേഖലയിൽ തന്റെ കഴിവ് തെളിയിച്ച ആളാണ് ശ്രീ ഇ വി ഏലിയാസ് ചേട്ടൻ. കൈയടിയോടെ ചേട്ടന് നമുക്ക് ആദരവ് നൽകാം. നമ്മുടെ യുവ കർഷകൻ ശ്രീ വിനോദ് തോമസ് ഇളമ്പള്ളിനെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വിനോദ് തോമസിന്റെ ഒരു പ്രത്യേകത, യുവാവാണ്. കാർഷിക വൃത്തി മാത്രമല്ല, വേറെ ജോലികൾ ഉണ്ടെങ്കിൽ പോലും ഒരു കർഷകൻ എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ സജീവമായിട്ട് മറ്റു ജോലിയോടൊപ്പം തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നല്ല ഭംഗിയായിട്ട് പച്ചക്കറി കൃഷി മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ജില്ലയിലെ അവാർഡിന് അപേക്ഷയിൽ, സംസ്ഥാനത്തേക്കുള്ള അപേക്ഷയിൽ നമ്മൾ വിനോദ് തോമസിനെ തിരഞ്ഞെടുത്തിരുന്നു. അവിടെ വലിയൊരു എന്താ പറയുക മത്സരമാണല്ലോ. അപ്പോൾ അവർ വന്ന് ഫീൽഡ് നോക്കിയപ്പോൾ അവർ വളരെ സന്തോഷത്തോടെയാണ് പോയത്. ഇത്രയും താല്പര്യമുള്ള ഒരു യുവ കർഷകനെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അടുത്ത നമ്മുടെ എസ് സി കർഷക ശ്രീമതി തങ്കമ്മ ഗോപാലൻ അവരുടെ ഗോപാലൻ തിരുമലയിലിനെ ഏറ്റവും സ്നേഹത്തോടെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. തങ്കമ്മ ചേച്ചി കുറെ വർഷങ്ങളായിട്ട് കൃഷിയുടെ മേഖലയിൽ സജീവമാണ്. തങ്കമ്മ ചേച്ചിക്ക് ഒരു വലിയ കൈയടി കൊടുത്തേ. ശ്രീമതി മികച്ച ജൈവ കർഷക ശ്രീമതി സീന മോൻസി പാലത്തിങ്കൽ
സീന മോൻസി അവർ ജൈവ അരിയൊക്കെയായിട്ട് ബ്രാൻഡായിട്ട് വിപണനം നടത്തുന്നവരാണ്. നല്ല രീതിയിൽ ജൈവ കൃഷി ചെയ്യുന്ന ഒരു ടീമാണ് അവർ. സീന മോൻസിനെ ഏറ്റവും സ്നേഹാദരവോടെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ ജൈവ കാർഷിക മിഷൻ ഉദ്ദേശിക്കുന്നത് തന്നെ ജൈവ രീതിയിലേക്കും താല്പര്യമുള്ളവർക്കും ചെയ്യാൻ സാധിക്കുന്നവർക്കെല്ലാം മണ്ണിന്റെ ജൈവാംശം നിലനിർത്തി നല്ല രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. അത് എന്താ പറയുക, സ്വന്തം മണ്ണിൽ ചെയ്ത ആളാണ് സീന മോൻസി. മികച്ച സമ്മിശ്ര കർഷകൻ ശ്രീ കെ വർഗീസ് കുപ്പയില്. ചേട്ടന് എല്ലാ കൃഷികളും ഉണ്ട്. പച്ചക്കറി, നെൽകൃഷി, അതുപോലെ തന്നെ പശു, കോഴി, അങ്ങനെ എല്ലാ മീൻ കൃഷി, അങ്ങനെ എല്ലാ ഏരിയയിലും തന്നെ കഴിവ് തെളിയിച്ച ആളാണ് ശ്രീ കെ വർഗീസ് കുപ്പേലിയായിട്ട്. വലിയ കയ്യടികളോടെ നമുക്ക് സമ്മിശ്ര കർഷകനെ ആദരിക്കാം. അതുപോലെ ഇന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വിദ്യാർത്ഥി കർഷകൻ മാസ്റ്റർ ആൽബി ഷൈജു, ഫെയ്ത്ത് ഇന്ത്യ സ്കൂളിലാണ്. അവർ വളരെ താല്പര്യമാണ് കൃഷിയുടെ എല്ലാ കാര്യങ്ങളും അവൻ മുന്നിലുണ്ടാവും. ഇനി അവിടെ തന്നെ ഒരു വലിയ കൃഷിത്തോട്ടമായിട്ട് മാറ്റാനാണ് അവൻ്റെ ലക്ഷ്യം. അപ്പം വിദ്യാർത്ഥി കർഷകനെ ഏറ്റവും സ്നേഹത്തോടെ വലിയ കൈയോടിയോടെ നമുക്ക് സ്വീകരിക്കാം. അതുപോലെ നമ്മുടെ മികച്ച കൃഷിക്കൂട്ടം, അതുപോലെ ഒരു സംരംഭകയുമാണ് ശ്രീമതി സൗമ്യ വർഗീസ്. മേന്മ കൃഷിക്കൂട്ടമായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. വാർഡ് 8 പ്രവർത്തിക്കുന്നു. ഇത് മഷ്റൂമിന്റെ ഒരു നല്ല 2-3 എന്താ പറയുക ഹൈടെക് രീതിയിൽ മഷ്റൂം കൃഷി ചെയ്യുന്നതാണ്. നമ്മുടെ ഇവിടെയുള്ളവർക്ക് ആരോഗ്യമുള്ള പ്രോട്ടീൻ ഭക്ഷണം നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സംരംഭകയെ എല്ലാവരും ഒരു കയ്യടിയോടെ സ്വീകരിക്കുക. കാരണം അതിന് നല്ലൊരു എമൗണ്ട് ഫണ്ട് ചെയ്യേണ്ടതുണ്ട്. അതിനെല്ലാം ലാഭമൊന്നും നോക്കാതെ തുടങ്ങി നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള സംരംഭകർ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഈ അവാർഡ് സ്വീകരിച്ച എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ആദരിക്കാം.